ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമ. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ലോകത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണ്. തഫ്സീറിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുക, അതിന് വേദിയൊരുക്കുക, മകനെ ഹിഫ്ളുൽ ഖുർആനിൽ ചേർക്കുക, അതിന് കുറേ അർത്ഥതലങ്ങൾ ഉണ്ടാവും. നമ്മളെല്ലാവരും ഖുർആനുമായി നല്ല ബന്ധം ഉള്ളവരാവണം. ഇഖ്റഊ അൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബി. ഖുർആനിനോട് അങ്ങോട്ട് ബന്ധമുള്ളവർ തീർച്ചയായിട്ടും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഖുർആൻ അവർക്ക് ശുപാർശകനായി വരും. നാളെ ആഖിറത്തിലെത്തുമ്പോൾ ഖുർആൻ നമുക്ക് ശുപാർശകനായി വരണം. അതിന് നമുക്ക് വിശുദ്ധ ഖുർആനുമായി നല്ല ബന്ധം ദുനിയാവിൽ ഉണ്ടാവണം. ഇൻ തത്ലുഹാ ഖീഫതൻ മിൻ ഹർരി നാരി ലളാ അതുഫഅത ഹർറലളാ മിൻ വിർദിഹ ശബിമി. നരകത്തിലെ തീ കെടുത്താനുള്ള ആകെയുള്ള വഴി ഫയർഫോഴ്സ് വിളിച്ചിട്ടുള്ള സംവിധാനങ്ങളല്ല. അള്ളാഹുവിനോർത്ത് കരയുന്ന കണ്ണുനീറും ഖുർആൻ ഓതുന്ന ആളുടെ വായിലെ ഉമിനീരുമാണ് നരകത്തിലെ തീയെ കെടുത്തിക്കളയാനുള്ള വെള്ളങ്ങൾ. അത് രണ്ടും നമുക്കുണ്ടാവണം. ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ കഅന്നമൽ ഹൗളു തബിയല്ലുൽ വുജൂഹു ബിഹി മിനൽ ഉസാതി വഖദ് ജാഊഹു കൽഹുമമി. കരിക്കട്ടയായിട്ട് വരുന്ന മനുഷ്യന്മാരെ വെളുപ്പിക്കുന്ന ഹൗള് പോലെയാണ് ഖുർആൻ. എത്ര വൃത്തികെട്ട ജീവിതം നയിച്ച ആളാണെങ്കിലും, വളരെ വൃത്തികെട്ട മനസ്സിന്റെ ഉടമയാണെങ്കിലും, ഒരാൾ ഖുർആനുമായി ബന്ധം വർദ്ധിക്കുന്നതിനനുസരിച്ച് അയാൾ നന്നായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലണം എന്ന വിചാരത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എത്രമാത്രം ശത്രുത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടാവണം. അത് മുഴുവനും ഇല്ലാതാക്കി ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടപ്പുറത്ത് കിടക്കാൻ മാത്രം പവർ എങ്ങനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായത്? അതിന്റെ ആദ്യ സ്റ്റെപ്പ് ത്വാഹ മാ അൻസലൽ ഖുർആന ലിതഷ്ഖാ. സൂറത്തു ത്വാഹയുടെ കുറച്ച് ആയത്തുകൾ വീട്ടിൽ നിന്ന് കേട്ടതാണ് കാരണം. അപ്പൊ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ ഇടയിൽ ജീവിച്ചു പോയ വലിയ നേതാവാണ് ഖുറത്തു സാദാത്ത് കൂറത്തങ്ങൾ ഉപ്പാപ്പ. ഒരു റമദാനിൽ 22 ഖത്ം ഓതി തീർക്കും. തങ്ങൾ തന്നെ ഒരു പ്രഭാഷണത്തിൽ പറയുന്നത് പിന്നീട് ഒരു ക്ലിപ്പായി വൈറലായി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതൊന്നും വലിയ അധ്വാനമുള്ള കാര്യമല്ല, വിചാരിച്ചാൽ നടക്കും. ഞാൻ തന്നെ ഒരു റമദാനിൽ 27 ഖത്ം ഓതിയിട്ടുണ്ടല്ലോ. ഇത് ഷാഫി ഇമാമിന്റെ കാലക്കാരനെ കുറിച്ചല്ല, അബൂ ഹനീഫ തങ്ങളുടെ ക്ലാസ്മേറ്റിനെ കുറിച്ചല്ല, ഒന്നാം ആണ്ട് ആചരിക്കുന്ന നമ്മുടെ ഒരു നേതാവിനെ കുറിച്ച് പറയുമ്പോൾ